അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി പപ്പായ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുടിച്ചു നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ MJ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അടിക്കാൻ പോകുന്നത് പപ്പായ ലസ്സിയാണ്. നമ്മളെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന പപ്പായ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഞാനിതിൻ്റെ നടുക്ക് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തൊലി കളയാണ്. അകത്ത് നല്ല കുരുവുണ്ട്. അപ്പോൾ നമുക്ക് കുരു കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്കിതിൻ്റെ തൊലി അങ്ങ് കളഞ്ഞെടുക്കാം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുരു കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള കുരു നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീസുകളാക്കിയിട്ട് എടുക്കണം. നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പീസുകളാക്കിയിട്ട് എടുക്കണം. നമ്മുടെ പപ്പായ ലസ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പപ്പായ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 750 ഗ്രാം ഉണ്ടാവും ഈ പപ്പായ മൊത്തം. ഒരു 4 പപ്പായ ലസ്സിയാണ് ഞാൻ അടിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ്, കറാമ്പൂ ഇതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഓറിയോയുടെ ബിസ്ക്കറ്റിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രീം, അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്രീം, അത് വളരെ കുറച്ച് മതി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒന്ന് ടേസ്റ്റ് ഒന്നുകൂടി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2.5 സ്പൂണ് പഞ്ചസാര, ഷുഗർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 അടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 4 ആവശ്യമായിട്ടുള്ള പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേട് അതൊരു ഈ കപ്പിന് ഒരു 1.5 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് തന്നെ ഒരു കൂടിയ ക്വാണ്ടിറ്റിയാണ്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ 4 അടിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തു മാത്രം. ലസ്സി കൂടിയാൽ വളരെ ബുദ്ധിമുട്ടാണ്, ഒരു സുഖമില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഏലക്ക, കറാമ്പൊക്കെ പൊടിച്ച പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, കൂടുതലായാൽ അതും ടേസ്റ്റ് വ്യത്യാസപ്പെടും. ഇനി നമുക്ക് ഫ്രഷ് ക്രീം, അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് തന്നെ ഒരു 200 ml ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ വളരെ കുറച്ച് 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുക. ഐസ് അത്യാവശ്യം പൊടിച്ചിട്ട് നല്ലോണം ഐസ് ഇട്ട് കൊടുക്കുക. നല്ല കൂടുതൽ ഐസ് ഉണ്ടായിക്കോട്ടെ. അതാകുമ്പോൾ കുറച്ച് ടേസ്റ്റ്, തണുപ്പ് കൂടുന്നിടത്തോളം ലസ്സിയുടെ ടേസ്റ്റ് കൂടും. ലസ്സി എന്ന് പറയുന്നത് നല്ല തണുപ്പ് വേണം. തൈര് തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കുറച്ച് കൂടുതൽ ഐസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ലസ്സി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ മിക്സിയിൽ അടിച്ചെടുക്കണം. നമ്മൾ ഐസ് എല്ലാം മിക്സ് ആവുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ലസ്സി അടിച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലസ്സി ആദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓറിയോ എടുത്തിട്ടുണ്ട്. ആ ഓറിയോ നമുക്കൊന്ന് ഒരു കവറിൽ ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം.
ഓറിയോ നമ്മൾ ശരിക്കും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലസ്സി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫില്ല് ചെയ്യണ്ട, കാരണം നമുക്ക് ഓറിയോ പൊടിച്ചതും കോൺഫ്ലെക്സ് ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ ലസ്സി നമ്മൾ 4 ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ 4 ഗ്ലാസ്സിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഓറിയോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലെക്സ്, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലെക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ചോക്ലേറ്റിൻ്റെ സിറപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ ഷെയ്ക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സിറപ്പാണ്. അത് ഇതിൻ്റെ മുകളിലൊന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി പപ്പായ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു പൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം MJ. ഗുഡ് ബൈ.